ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഒന്ന് പത്രോസ് 5-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയുകയില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അമല. ഞാൻ തമിഴ്നാട് തെൻകാസി സെൻറ്റ് മൈക്കിൾസ് ചർച്ച് ഇടവകയാണ്. ഇവിടെ ദുബായിൽ 3 വർഷമായിട്ട് ജോലി എടുക്കുന്നു. എൻ്റെ ഫാമിലി ഇന്ത്യയിൽ തന്നെ. എൻ്റെ പേര് ജിഷാലിൻഡോ. ഞാൻ നാട്ടിലെ ഇരിങ്ങാലക്കുട രൂപത സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകാംഗമാണ്. ഞാൻ ദുബായിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും. ഞാൻ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ജിഷാൻ്റെ ചെറുപ്പകാല വിശ്വാസം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയാമോ? അമല, ഞങ്ങൾ വീട്ടിൽ 3 പെൺകുട്ടികളും അപ്പച്ചനും അമ്മച്ചനും അടങ്ങിയ ഒരു ചെറിയ കുടുംബമായിരുന്നു. അമ്മയാണ് ഞങ്ങളെ പ്രാർത്ഥനയിൽ വളർത്തിയത്. ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ അമ്മ ഒത്തിരിയേറെ ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നു. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേനും ഞങ്ങൾ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുക, അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ചർച്ചിൽ പോകാനായാലും അമ്മ ഒത്തിരിയേറെ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളത് അമ്മയുടെ ഒരു നിർബന്ധമായിരുന്നു. ഞാൻ പഠിച്ചതൊരു കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. ആ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കയ്യിൽ കൊന്തയുമായി പോകും. കാരണം ഞങ്ങൾ പള്ളിയോട് ചേർന്നുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയം വരെയും ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ ടൈമിലൊക്കെ ഞാൻ ചർച്ചിൽ പോയി കൈ വിരിച്ച് പിടിച്ച് കൊന്ത ചൊല്ലുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു എക്സാമിൻ്റെ ഒരു വിജയം നോക്കിയിട്ടാണ് നമ്മുടെ അടുത്ത ഒരു കരിയറിലേക്ക് നമ്മൾ കയറുന്നത്. ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ദിവസം രാത്രി ഒരുപാട് നേരം വൈകി പഠിച്ച് കിടന്നു. നേരത്തെ പെട്ടെന്ന് എന്തോ കടിച്ച പോലെ ഒരു ഫീലിങ്ങും അത് ഭയങ്കരമായിട്ടൊരു വേദനയോട് കൂടി ഞാൻ സഹിക്കാൻ പറ്റാത്തൊരു വേദനയോട് കൂടി ഞാൻ എഴുന്നേറ്റത്. അത് ഭയങ്കര വൊമിറ്റിങ് നിർത്താതെ കണ്ടപ്പോഴത്തേനും അമ്മയും അപ്പച്ചനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ എന്തോ കടിച്ചതിൻ്റെ തന്നെയാണ്, വിഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒത്തിരിയേറെ മരുന്നുകൾ തന്നു. അതിൻ്റെ സെഡേഷൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ടും ഒത്തിരിയേറെ ഉറക്കത്തിലൊന്നും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മേനെയും അപ്പച്ചനും എല്ലാവരും ചേച്ചിമാരും ഒത്തിരി വേദനിപ്പിച്ചു. കാരണം ലാസ്റ്റ് എക്സാം അതുവരെ എല്ലാം എഴുതി പോകുന്നതായിരുന്നു. ഈ ഒരു എക്സാം മിസ്സായി പോവില്ലേ. അവർ ഈശോയുടെ മുന്നിൽ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ നല്ല ഉറക്കമായിരുന്നു. അവർ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞാൻ ഉറങ്ങിയെടുത്തുനിന്ന് ആരും എൻ്റെ ഷോൾഡറിൽ ശക്തമായി അടിച്ച ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ അവരാരും എന്നെ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ ആണ് എന്നെ ആ എക്സാം മുടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഈശോ എഴുന്നേൽപ്പിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ ആ എക്സാമിന് പോവുകയും ആ ഹാളിൽ പോയിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചില്ല. ജിഷ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ 5 പെൺപിള്ളേരാണ്. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് നന്നായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ വളർത്തായിരുന്നു. ഡെയിലി പള്ളി പോകാനാണെയും ഇങ്ങനെ കുർബാന സ്വീകരിക്കാനാണെയും ഞങ്ങൾ മുത്തിയുണ്ട് പ്രാർത്ഥിക്കാനാണെയും ഉള്ള ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹം തന്നായിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ മെയിൻ ഇമ്പോർട്ടൻ്റായിട്ട് ഞങ്ങൾ ഡെയിലി മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെയും പിന്നെ ഞങ്ങൾ കുടുംബ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹത്തെ പോലെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ കുടുംബത്തെ വഴിനടത്തുന്ന ചെറുപ്പക്കാലം വിശ്വാസമാണ് ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ വരെ വളർന്നു വന്നത്. അമല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുഭവം പറഞ്ഞല്ലോ. ആ ഒരു സമയത്ത് നാട്ടിലെ ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിലേക്ക് എനിക്ക് ഒരു ആഴ്ചത്തെ ധ്യാനം കൂടാനായിട്ടൊരു അവസരം ഉണ്ടായി. ആ ധ്യാനത്തിന് പോയപ്പോൾ അവിടെ ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അവസാന ദിവസങ്ങളിലേക്കായി കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു ചേച്ചി തലകൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജിഷേനെ ദൈവം ഗാനശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പള്ളിയിലൊക്കെ പാടുന്നുണ്ട്, അങ്ങനെയാണോ എന്ന് വെച്ച് പറഞ്ഞു, അല്ല, അനേകായിരം മക്കളുടെ മുന്നിൽ ഈശോ മോളെ കൺവെൻഷൻ്റെ ഒരു ഇതിലേക്ക് വിളിക്കുന്നുണ്ട്.
പെട്ടെന്ന് എനിക്കത് കേട്ടപ്പോൾ അതൊരു വിശ്വസിക്കാൻ പറ്റായികയായിരുന്നു. നമ്മൾ അത്രയും വലിയ പാട്ടിനൊന്നും നമ്മൾ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല ഞാൻ പാട്ടൊന്നും. അപ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ധ്യാനഗുരുവില്ല, അവിടുത്തെ വലിയൊരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയി ജസ്റ്റ് അച്ഛൻ്റെ മുന്നിൽ നിന്ന് മുട്ടയിൽ നിന്ന് തലകുനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ തലകൈവച്ച് പ്രാർത്ഥിച്ച വഴി എന്നോട് പറഞ്ഞു, മോളെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈശോ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ മോളിവിടെ ധ്യാന കേന്ദ്രത്തിൽ വരണം എന്ന് പറഞ്ഞു. അതെനിക്ക് ഈശോയുടെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് ഇടപെടലായിട്ട് എനിക്ക് മനസ്സിലായി. അന്ന് ആ 10ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു +2 കാലഘട്ടം വരെ ഞാൻ അവിടെ ആ ധ്യാന കേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷയിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു +2 കാലഘട്ടം എന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി അടുത്ത് എന്തിലേക്ക് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിലൂടെ തന്നെ എന്നോട് പറഞ്ഞു, മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ഈശോ തക്ക സമയത്ത് മോൾക്ക് വേണ്ടി ഇടപെട്ടുകൊള്ളുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഈശോ അടുത്തൊരു ശുശ്രൂഷയിലേക്ക് ഈശോയുടെ ആ ഒരു നമ്മുടെ നഴ്സിംഗ് എന്ന മേഖലയിലേക്ക് പോകാനായിട്ട് എനിക്കൊരു അവസരം ദൈവം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയും എൻ്റെ ചേച്ചിയും ഞാനും ഒപ്പം കേരളത്തിന് വെളിയിൽ ഞങ്ങൾ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ഗാന ശുശ്രൂഷയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, ദൈവിക ശുശ്രൂഷയൊക്കെ ഇനി വിട്ടു എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒത്തിരിയേറെ ആ ഒരു ബാംഗ്ലൂർ ഒരു പഠനം അറിയാലോ, എല്ലാവരും വിശ്വാസത്തിൽ നിന്നൊക്കെ ഒത്തിരി വിട്ടു നിൽക്കുന്നൊരു സമയം. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒത്തിരി പ്രാർത്ഥനയിൽ കൊണ്ടുവരാനും എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാനും എൻ്റെ ചേച്ചിയും ചർച്ചിലേക്ക് എന്നും പോകാനൊക്കെ ആയിട്ട് ഞങ്ങൾക്കിടയായി. അമല സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാനും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നായിരുന്നു. ആക്ച്വലി എൻ്റെ ചെറുപ്പകാല ഡ്രീം എന്ന് പറയുന്നത് ഞാനൊരു പെരിയ IAS ഓഫീസർ ആകണമെന്ന്. 12th റിസൾട്ട് കഴിഞ്ഞ് പപ്പ പറഞ്ഞ് ഇങ്ങനെ നഴ്സിംഗ് എടുക്കണം മോളെ, മദർ തെരേസ പോലെ പണി ചെയ്യണം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നഴ്സിംഗ് ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ പപ്പ പറഞ്ഞത് ദൈവം പറഞ്ഞതെന്ന് ഏറ്റുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരു കോളേജിൽ ആപ്ലിക്കേഷൻ ഇട്ടായിരുന്നു. ആ കോളേജിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ ഡൊണേഷൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അഫോർഡബിൾ ഞങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്ത് 2 months ഇങ്ങനെ റെഗുലറായിട്ട് പോകുമ്പോൾ നഴ്സിംഗ് കോളേജിൽ തന്നെ പ്രിൻസിപ്പൽ പപ്പ എന്നോട് ഫോണിൽ വിളിച്ച് നിങ്ങൾ മോള് ഈ കോളേജിൽ തന്നെ ചെയ്താൽ മതി, ഡൊണേഷൻ ഒന്നും ഇല്ലാത്ത സോ അങ്ങനെ തന്നെ ഡൊണേഷൻ ഒന്നും ഇല്ലാത്ത ഗവൺമെൻറ് ഫീസിലെ ഞാൻ ആ കോളേജിൽ കയറിയത്. ആ കോളേജ് ഞാൻ ചെറുപ്പത്തൊട്ടേ ഒരു കാത്തലിക് ഫെയ്ത്തിൽ വളർന്നത് കൊണ്ട് അവിടെ ഒരു നോൺ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് എന്നെ കൊണ്ട് ഡെയിലി ഇങ്ങനെ പള്ളി പോകാനിടയോ കുർബാന സ്വീകരിക്കാനോടെയോ ഒരു ശാഠ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ആന്നാലും അത് നല്ല ഒരു ദൈവത്തിനോട് കൂടെ ഒരു ഫെയ്ത്തിനോട് ഞാൻ എൻ്റെ പോകാനിടയുള്ള ഒരു ഉണ്ടായിരുന്നു. അവിടെയും കൂടെ ദൈവം എന്നെ ഉയർത്തിയായിരുന്നു. എൻ്റെ കാത്തലിക് ഫെയ്ത്തിനോട് ഞാൻ റിലീജിയസ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും അനേക മക്കൾക്ക് എൻ്റെ ജൂനിയേഴ്സുക്കും സീനിയേഴ്സുക്കും ഞാൻ ഒരു സാക്ഷിയായിട്ട് നിൽക്കാനായിട്ടും ദൈവം എന്നെ അവിടെ ഉയർത്തി കൊണ്ട് അനുകരിച്ചു. അതെ, തീർച്ചയായിട്ടും അമല, ഞാൻ ഈ ഒരു പറഞ്ഞല്ലോ നഴ്സിംഗ് പഠനം ബാംഗ്ലൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ജോലി മേഖലയിലേക്ക് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തത് ഒരു അച്ഛന്മാരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ കയറിയത്. അവിടെ വെച്ച് എനിക്കൊരു വലിയൊരു അനുഭവം, ഞാൻ കണ്ണിൽ കണ്ട ഒരു സാക്ഷ്യമായിരുന്നു. ഒരു കുഞ്ഞു മകന് അപ്പൻഡിസെക്ടമിയുടെ ഒരു സർജറി ആയിരുന്നു. നമുക്കറിയാമല്ലോ അപ്പൻഡിസെക്ടമി കീ ഹോൾ സർജറി ചെറിയൊരു ഇൻസെഷനാണല്ലോ. അത് ഒരു വലിയൊരു ലാപ്പറോട്ടമി, ഒരു വലിയൊരു ഓപ്പണിങ് ഇതിലേക്ക് പോകാവുന്ന ഒരു സർജറിയിലേക്ക് ഒരു കോംപ്ലിക്കേഷൻ വന്നു. ആ സമയത്ത് ഞാനായിരുന്നു സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ആ കുഞ്ഞു മകൻ്റെ ആ ഒരു ഇൻസെഷനെ നീ വലുതാക്കാതെ ആ ഒരു കോംപ്ലിക്കേഷനെ നീ മാറ്റിക്കൊണ്ട് അതൊരു അങ്ങനെ തന്നെ അത് ക്ലോസ് ആകാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ ഒരുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇടപെടുന്നത് ഞാൻ അവിടെ കാണുകയുണ്ടായി. അങ്ങനെ തന്നെ അത് ക്ലോസ് ചെയ്യാനും ഒരു ലാപ്രോട്ടമി ഒരു പ്രൊസീജിയറിൽ പോവാതെ ആ കുഞ്ഞു മകനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു അത് തീർച്ചയായിട്ടും. സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാനും നോൺ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത് കൊണ്ട് പപ്പ എന്നെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരു വേ എനിക്ക് കാണിച്ച് തന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കൂടെ ഡെയിലി പള്ളി പോകാനായിട്ടും കുർബാന സ്വീകരിക്കാനായിട്ടും അവിടെ വേറെ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ ലാംഗ്വേജിൽ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ആനാലും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന് അവിടെ പേഷ്യൻ്റിനോട് നന്നായിട്ട് പണി ചെയ്യാനായിട്ടും എനിക്ക് ദൈവ ആഗ്രഹം തന്നായിരുന്നു.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തത് അച്ഛന്മാരൊരു ഇതിനകത്തായിരുന്നു. അപ്പോൾ അവിടെ ചേർന്നുകൊണ്ട് വലിയൊരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ തിരിച്ച് വിളിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 5 മണി കഴിയുമ്പോഴത്തേനും ഞാൻ വീണ്ടും ആ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും ഈശോയ്ക്ക് വേണ്ടി ഗാന ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ഈശോ എനിക്ക് അവസരം തന്നു. ശുശ്രൂഷ കഴിയുക, രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, അങ്ങനെ ദൈവവുമായിട്ട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചു. ആ ഒരു സമയത്താണ് എൻ്റെ വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും 1.5 വർഷമായിട്ടും കുട്ടികളുണ്ടായില്ല. അതൊരു 2 വർഷത്തിലേക്ക് നീങ്ങി. അങ്ങനെ അതൊരു കുഞ്ഞ് മക്കളിലെ കിട്ടാൻ നമ്മൾ എല്ലാവരും ഒത്തിരി അറിയിച്ചു, നമുക്ക് ദാനമാണല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടി. 2.5 മാസമായപ്പോൾ എന്തോ കോംപ്ലിക്കേഷൻ മൂലം അത് അബോർഷനായിപ്പോയി. അതെന്നെ മാനസികമായിട്ട് ഒത്തിരിയേറെ തളർത്തിയായിരുന്നു. ഒത്തിരിയേറെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോ ദാനമായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ഞാൻ ആ വചനം ഓർക്കാണ്, സങ്കീർത്തനം 127:3, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. ആ, ജിഷ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻസിയും ഒരു കോംപ്ലിക്കേഷനിൽക്കുള്ള ഞാൻ കടന്നു പോയായിരുന്നു. ഞാൻ കൺസീവായി തുടങ്ങിയത് കൊണ്ട് ആക്ച്വലി ഈ ഫ്ലൂയിഡ് ഒത്തിരി ആയതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം എന്നെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആനാലും എൻ്റെ ദൈവത്തിനോടുള്ള ഒത്തിരി ഒരു വിശ്വാസത്തിനോട് ഞാൻ കടന്നു പോയത് കൊണ്ട് അതിനോട് ഞാൻ ഉടൻപാട് എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനോ ഡെയിലി ഇങ്ങനെ പള്ളി പോകാനും ദൈവകാരുണ്യം സ്വീകരിക്കാനാണെയോ ഒരു ആഗ്രഹം എനിക്ക് ദൈവം തന്നായിരുന്നു. എനിക്ക് ഒരു ഭയങ്കര വിശ്വാസം എന്തെങ്കിൽ ദൈവകാരുണ്യം സ്വീകരിക്കുന്ന പോലെ ഒരു നന്നായിട്ട് ഒരു ബെസ്റ്റ് മെഡിസിൻ ഞാൻ എൻ്റെ കൊച്ചിക്ക് കൊടുക്കാമെന്ന് ഈ ഉലകത്തിൽ എന്ത് സാധ്യം ഇല്ലെന്ന് ഒരു ബോധ്യം എനിക്ക് നൽകിയായിരുന്നു. അപ്പോൾ അതുപോലെ 7th month വരയ്ക്കും എൻ്റെ കൊച്ചിൻ്റെ വെയിറ്റ് ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പ്രീടം ലേബർ ആകാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചെക്ഷൻസ് എടുത്തായിരുന്നു. അപ്പോൾ ഇഞ്ചെക്ഷൻസ് എടുത്തും ഞാൻ ഡെയിലി ഇങ്ങനെ പള്ളി പോകുന്നതും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതും ഞാൻ മുടക്കില്ല ഞാൻ. ബിക്കോസ് അത്രയും ഫെയ്ത്തിൽ ദൈവം എന്നെ അനുകരിച്ച് ഡെയിലി വളർത്തിയായിരുന്നു. അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തോട് നന്നായിട്ട് ആരോഗ്യത്തോടും ദൈവം കുറിച്ച് തന്നായിരുന്നു. ഓക്കെ. അമല, അതുപോലെ തന്നെ ഈ പഠനം ഞാൻ പറഞ്ഞില്ല, ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ വീണ്ടും DHA എക്സാമിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. അങ്ങനെ എക്സാം അത്ഭുതകരമായ വിധം ദൈവനെ വിജയിപ്പിച്ചു. ഞാൻ അങ്ങനെ തിരിച്ച് ഇവിടെ ദുബായിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാവരും പോലെ 3 മാസത്തെ വിസയായിരുന്നല്ലോ. വിസിറ്റിംഗ് എടുത്ത് വന്നു 3 മാസം ജോലി അന്വേഷിച്ചിട്ടും ജോലിയൊന്നും ആയില്ല. അന്ന് ഇവിടെ ഒരു നോമ്പിൻ്റെ സമയമായിരുന്നു. ഇൻ്റർവ്യൂകളൊന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. വല്ല സമയത്തും വോക്കിൻ ഇൻ്റർവ്യൂകളായിട്ട് വരും. അതൊക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയി, ഒന്നും ശരിയായില്ല. അടുത്ത ഒരു വിസിറ്റിംഗ് പുതുക്കിയിട്ടും ജോലി ആയിരുന്നില്ല. അവസാന സമയമായപ്പോഴത്തേനും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് അവർ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചു. ദൈവം അനുഗ്രഹിച്ച് ആ ജോലി കിട്ടി. പക്ഷെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ ഒരു അറ്റൻഡ് ചെയ്ത വോക്കിൻ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്കൊരു സെലക്ഷനായിരുന്നു. അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത് ദൈവം എന്നെ ശക്തമായിട്ട്, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു പോലില്ലാത്തൊരു സമയത്ത് ദൈവം എനിക്ക് ആ ജോലി തന്നനുഗ്രഹിച്ചു. ഞാൻ ഇവിടെ ദുബായ് വന്നത് ഒരു ദൈവ അനുഗ്രഹമാണ്. ഇവിടെ വന്നതും കൂടെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് ഇത്ര വർഷം ഞാൻ ഇന്ത്യയിൽ ഉള്ള എക്സ്പീരിയൻസ് പോലെ അല്ലല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ എന്തിനാ വന്നതിന് ഒരു ചോദ്യത്തിൽ ഞാൻ തള്ളപ്പെട്ടായിരുന്നു. ആനാലും ഞാൻ ദൈവത്തോട് ഉള്ള വിശ്വാസത്തെ ഞാൻ വിട്ടില്ല. അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനോട് ഡെയിലി ഇങ്ങനെ ഞാൻ പേഷ്യൻറ്റിക്ക് വേണ്ടി ഒത്തിരി ഡെയിലി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ദാഹത്തെ ദൈവം എനിക്ക് തന്നായിരുന്നു. അപ്പോൾ എൻ്റെ ആത്മ ഇങ്ങനെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു പേഷ്യൻറ്റിക്ക് വേണ്ടി അത് എൻ്റെ യേശുവെക്കുറിച്ച് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ദാഹത്തെ എന്നുള്ള ദൈവം തന്നായിരുന്നത് ഇവിടെ വന്നാൽ എനിക്കത് കിട്ടിയത് ആക്ച്വലി. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഞാൻ പേഷ്യൻറ്റിനെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇത്തിരി ഡിഫിക്കൽട്ടി പേഷ്യൻസ് എല്ലാം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകും. ആ ഡോർക്ക് വെളിയെ കുറിച്ചിട്ട് പോകുന്നതും പിന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കറിയാത്ത തന്നെ അവരുടെ പ്ലേസിൽ ഞാൻ കുറിച്ചിട്ട് അവരെ അളിച്ചിട്ട് പോകുന്ന ഒരു അനുഗ്രഹത്തോട് ആ
ദൈവം ദൈവത്തിന് എനിക്ക് മുന്നോട്ട് പോയി. തന്നായിരുന്നു. അമല, നമ്മുടെ കോവിഡ് സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആകെ ഭയപ്പെട്ടിരുന്ന ഒരു സമയം. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വന്നു പോയി, എനിക്കും ഹസ്ബൻഡിനൊക്കെ. അതുപോലെ മോൾക്കും പനിയൊക്കെ വന്നു. അപ്പം ഞങ്ങൾ ആ ഒരു സമയത്ത് ഞാൻ തനിച്ചായിരുന്നു, ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കായിരുന്നു. ആ സമയത്ത് ഇവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, സപ്പോസിറ്ററിക്ക് വെച്ചിട്ടായിരുന്നു. അരികിൽ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു, ടേബിളിൽ ഇരുന്ന് അവൾക്ക് കഞ്ഞി വാരി കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഇവള് തലയടിച്ച് ടേബിളിലോട്ട് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതായിട്ട് കണ്ടു. നോക്കിയപ്പോഴത്തേനും അവൾ ഫിറ്റ്സിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ ഭയന്നു പോയി. അങ്ങനെ ഞാൻ അവളുടെ മുഖത്തൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ തുടയ്ക്കാൻ തുടങ്ങി. ഇവൾ അങ്ങ് വല്ലാതെ അങ്ങ് തുറന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് അവളെ വിളിച്ചു. ഞാനും ഒരുമിച്ചും അവളും കൂടി ഒരുമിച്ച്, ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ ഇവളെ എടുത്തും കൊണ്ട് ഓടി. അവിടെ ചെന്നപ്പോഴത്തേനും അവളെ റിജക്റ്റ് ചെയ്ത് അവിടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കറിയാലോ, അന്ന് വെളിയിൽ പോകണമെങ്കിൽ പോലീസിൻ്റെ ഒരു പെർമിഷനുള്ള സമയമായിരുന്നു. കുറച്ചുള്ള സമയത്ത് പോലും ഞങ്ങൾ ഭയന്നിട്ടാണ് പോയെങ്കിലും അവരെടുത്തില്ല. ഇനി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി എന്തെങ്കിലും വിളിക്കണം. അതിന് വേണ്ടി ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും പോലീസ് എൻ്റെ മുന്നിൽ വന്നു നിന്നു. അവർ വണ്ടിയിൽ കൊണ്ടുവന്നു. എവിടേക്ക് പോകണേ, പെർമിഷൻ ലെറ്റർ ചോദിച്ചു. ഞാനൊരു പെർമിഷൻ ലെറ്റർ ഇല്ലാണ്ടാണ് വന്നത്. ഞാൻ പേടിച്ചു പോയി, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അവൾക്ക് സിംറ്റംസ് കണ്ടപ്പോഴത്തേനും അവരെന്നോട് മൂവ് ബാക്ക് എന്ന് പറഞ്ഞു പുറകിലേക്ക് തള്ളി പോകാൻ പറഞ്ഞു. പെട്ടെന്ന് അവർ വണ്ടി എടുത്തും കൊണ്ട് പോയി. എന്തോ ഒരു ഭാഗ്യം പോലെ, ദൈവം അയച്ചൊരു ദൂതനെ പോലെ ആ സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. അപ്പോഴത്തേനും ഞാൻ അയാളോട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് അത്ഭുതകരമായി എൻ്റെ മോള് സൗഖ്യം പ്രാപിക്കുകയുണ്ടായത്. അത് ഞാൻ ഓർക്കുകയാണ്. ഈശോയുടെ ഒരു വലിയൊരു അത്ഭുതകരമായ ഒരു ഇടപെടലായിരുന്നു. ജിസ, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ബലനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പേഷ്യൻറ്റ് ഹാൻഡ് ഓവർ എടുത്തായിരുന്നു. പേഷ്യൻറ്റ് ക്വയറി അപ്പോണ്ടിസൈറ്റിസിന് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് CT സ്കാൻ കഴിഞ്ഞ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ പോയി കാണാൻ പോകുമ്പോൾ പേഷ്യൻ്റെ മദർ എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. ബിക്കോസ് അവർ 24 hours ഫുഡ് കൊടുത്തിട്ടില്ല, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നും തുടങ്ങിയില്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, ടെൻഷനിലെ എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാത്ത ദൈവത്തെ കരത്തിൽ ആ കൊച്ചിനെ കരത്തിൽ കൊടുത്ത ദൈവം പ്രാർത്ഥിച്ച് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒരു 5 minutes എൻ്റെ സ്റ്റാഫ് പിന്നെ എന്നെ തിരിച്ച് വിളിച്ച് ഡോക്ടർ റൗണ്ട്സ് വന്നായിരുന്നു, ഫുഡ് കൊടുക്കാൻ പറഞ്ഞു, ഒന്ന് പോയി പറയുന്നു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ ഒന്ന് ജസ്റ്റ് എൻ്റർ ആകുമ്പോൾ തന്നെ അമ്മ എന്നെ ഓടി വന്ന് കട്ടിയണച്ച് ഇങ്ങനെ നീ നല്ല സ്റ്റാഫ് വന്നത് കൊണ്ട് എനിക്ക് നല്ല ന്യൂസ് കിട്ടിയായിരുന്നു എന്നെ ഒരു പ്രൈസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആക്ച്വലി ഞാനല്ല, ദൈവമാണ് ഇതിനായി ഇടപെട്ടതുங்கிறது. ആ ഒരു വചനമാണ് ഞാൻ ഓർക്കുന്നത്, മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളത്. തീർച്ചയായിട്ടും അമല, ഞാനും ആ കോവിഡ് സമയം പറഞ്ഞല്ലോ, ആ സമയത്ത് എൻ്റെ ഒരു ക്ലിനിക്കിലേക്ക് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു 17 പ്രാവശ്യം അവൾ കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് അവൾക്ക് ഡിസ്ചാർജ് ഡോക്ടർ എഴുതിയിട്ട് പോലും അവൾ പോയില്ല. കാരണം അവൾ പ്രഗ്നൻറ്റും അവൾക്ക് താഴെ വേറെ കുഞ്ഞു മക്കളും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകാനുള്ള ഭയം കൊണ്ട് അവൾ ഡിസ്ചാർജ് ചോദിച്ചില്ല. ഡോക്ടർ നിർബന്ധപൂർവ്വം അവളെ ഡിസ്ചാർജ് കൊടുത്ത് അവളെ വീട്ടിലേക്ക് അയച്ചു. ഇവിടുത്തെ നാഷണാലിറ്റി ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ ചെന്നിട്ടും അവൾ മക്കളെ അടുത്തേക്ക് വരാനൊന്നും സമ്മതിച്ചില്ല. സെപ്പറേറ്റ് ഒരു റൂമിനകത്ത് തന്നെ ഇരുന്നു. അങ്ങനെ അവൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ട് അവൾ കണ്ണ് നിറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ കോവിഡിൻ്റെ കുറച്ച് ടെൻഷൻസൊക്കെ കുറഞ്ഞ് തുടങ്ങിയ ടൈമിലായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, അല്ല, എനിക്ക് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് റിസൾട്ട് കിട്ടണം, എന്നാലാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളായിട്ട് അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്ന് ആലോചിച്ചു, എത്ര പ്രാവശ്യം പോസിറ്റീവായി? ഇപ്പോൾ 17 പ്രാവശ്യം പോസിറ്റീവായി. പെട്ടെന്ന് എനിക്ക് ആ സ്വാബ് എടുക്കാൻ എനിക്ക് പേടിയായി. ഇതും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്കറിയില്ല. ഞാൻ പക്ഷേ ആ സ്വാബ് എടുക്കുന്നതിന് മുന്നേ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഈ ഒരു പ്രാവശ്യം ഞാൻ എടുക്കുമ്പോഴത്തത് എൻ്റെ കരമല്ല, ഈശോയുടെ കരം അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ആ മകൾക്ക് അത് നെഗറ്റീവായിട്ട് കൊടുക്കണം ഈശോയെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അവളുടെ ആ ഒരു MR നമ്പർ എടുത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ ഞാൻ ആ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അവൾ നെഗറ്റീവായി കണ്ടു. തീർച്ചയായിട്ടും അത് നമ്മുടെ കരം ഈശോ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ് അമല ഞാൻ കാണാനിടയായത്. ജിസ, ഞാൻ ദുബായിൽ വന്നാണ് ഞാൻ നഴ്സിംഗ് പ്രൊഫഷന് ദൈവം എന്തിനാ എന്നെ എടുക്കാൻ അനുവദിച്ചതിനെ കുറിച്ച് ഞാൻ ദൈവത്തിക്ക് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ നമ്മളുടെ കയ്യിൽ ഒത്തിരി ആത്മാക്കൾ ദൈവം തരുന്നുണ്ട്. അപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കിടക്കുന്ന ഈ ഭാഗ്യം വേറെ ആർക്കും കിട്ടുന്നില്ല. ഞാൻ ഒരു സാക്ഷിയാണ്. ആക്ച്വലി ഒരു പേഷ്യൻ്റ് എനിക്ക് ICUവിലിருந்து കിട്ടിയായിരുന്നു, റെസ്പിറേറ്ററി ഫെയിലിയർ. ഒരു 3 മണിക്ക് ഞാൻ റിസീവ് ചെയ്തായിരുന്നു.
അപ്പോൾ സ്റ്റാഫ് എന്നോട് ഹാൻഡ് ഓവർ കൊടുത്ത പേഷ്യൻ്റ് ഒത്തിരി ക്രോണിക് സ്മോക്കറാണ്. സോ ഇങ്ങനെ ഡീറ്റെയിൽസ് ബ്രീഫ് ഹിസ്റ്ററി എല്ലാം പറയുമ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈവനിങ് 6 പോയി മരുന്ന് കൊടുത്ത് 6:30 മരുന്ന് കഴിയുമ്പോൾ പേഷ്യൻ്റ് നിന്ന് വിളിച്ചായിരുന്നു. 6:30 to 7 നമ്മൾ സ്റ്റാഫിൻ്റെ ക്രൂസിയൽ ടൈമാണ് ആ ഹാൻഡിങ് ഓവർ. ഓക്കെ. പക്ഷെ ആനാലും എന്നുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടുതലുங்கிறது എന്നുള്ള ഒരു ആത്മ അങ്ങനെ ഒരു എരിഞ്ചോണ്ട് പേഷ്യനോട് സംസാരിക്കണമെങ്കിൽ ഒരു തൂണ്ടുതൽ എന്നോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പേഷ്യനോട് പതുക്കെ ഇങ്ങനെ സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതെ, കറക്റ്റ്. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, സിസ്റ്റർ 45 years ആയിട്ട് ഞാൻ സ്മോക്കിങ് ചെയ്യുക, ഈ സെയിം പ്രോബ്ലത്തിൽ തന്നെ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്, സോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, പക്ഷെ ദൈവത്തിനോട് പറ്റും. ഞാൻ ഇങ്ങനെ ഡെയിലി ഒത്തിരി പേഷ്യൻസ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പേഷ്യൻറ്റ്, ഞാൻ എല്ലാ പേഷ്യൻറ്റിനെയും ഓർക്കത്തില്ല, പക്ഷെ ഏത് പേഷ്യൻറ്റിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥന തേവയോ ആ പേഷ്യൻ്റെ നെയിം എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പോയി നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോ എൻ്റെ പ്രാർത്ഥന ഒരുപോലും വീണാകത്തില്ല. സോ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ ദൈവം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിടുതല തരുங்கிறது ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ ആ പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ റൂമിൽ വരുമ്പോഴും കൂടെ വാഷ്റൂം പോയി നോക്കിയായിരുന്നു അവിടെ സ്മോക്ക് ചെയ്യാമോ. അവിടെ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. പിന്നെ നിങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്ത്, വിൻഡോ അല്ല, അപ്പോൾ അവിടെയും സ്മോക്കിംഗ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ തന്നെ സിസ്റ്ററെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവത്താലും മുടിയാത്ത കാര്യം ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാം. ഇല്ല, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഡെത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത്ര പ്രാവശ്യം നിങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട് സെയിം പ്രോബ്ലം, പക്ഷെ ഫസ്റ്റ് ടൈം ഡെത്ത് കാണുന്നെങ്കിൽ അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ജീവനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ദൈവത്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് ഇങ്ങനെ ഇച്ചിരി ഒരു തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആക്ച്വലി എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേരുണ്ട്. അപ്പോൾ 2 പിള്ളേർക്ക് വേണ്ടി മേ ബി ദൈവം നിങ്ങൾക്ക് ഈ ലൈഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെയിലി നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ജീവനെ ആ പിള്ളേർക്ക് വേണ്ടിയും ദൈവത്തിക്ക് വേണ്ടിയും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഈ പ്രശ്നയ്ക്ക് വേണ്ടി ഒത്തിരി ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഒത്തിരി സ്റ്റാഫ് നഴ്സസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരുത്തർ കൂടെ എന്നോട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, ആക്ച്വലി ഈ ടൈമും ഞങ്ങളുടെ ക്രൂസിയൽ ടൈമാണ്, പക്ഷെ ആനാലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ദൈവം എന്നോട് ഇടപെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാണ്. സോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവത്തിനെ കുറിച്ച് ഒരു പങ്കുവയ്ക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ എനിക്ക് ആ സമയത്ത് എനിക്ക് ഒതുക്കി തന്നായിരുന്നു. അപ്പോൾ ഉടനെ ആ പേഷ്യൻ്റെ കണ്ണിലെ എൻ്റെ കണ്ണീര് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ആ ബാഗ് എടുത്ത് തരുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ആ ബാഗ് എടുത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ സിഗരറ്റ് പാക്കറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ സിഗരറ്റ് പാക്കറ്റിനെ എടുത്ത് സിസ്റ്റർ തന്നെ ഒന്ന് ഡസ്റ്റ്ബിന്നിൽ ഇടുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇല്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ ആ സിഗരറ്റ് പാക്കറ്റിനെ ക്രഷ് ചെയ്തു. ആ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ എന്നെ അറിയാതെ എൻ്റെ കണ്ണിലെ നീര് വന്നായിരുന്നു. പക്ഷേ അപ്പോൾ അതെ, തീർച്ചയായിട്ടും അമല, അത് ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ്. ദൈവം സഹായിച്ചത് കൊണ്ടാണ് നമുക്കത് പറയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അവൾ ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേനും എൻ്റെ റൂമിൽ വന്നിരുന്നപ്പോൾ അവൾ ഭയങ്കര ഇതുപോലെ സ്ട്രെസ്സായിരുന്നു. ഇരുന്ന് അവളുടെ BP ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേനും നല്ലൊരു ഹൈ BP ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു, അവളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തെങ്കിലും സ്ട്രെസ്സിലാണോ വന്നിട്ടുള്ളത്? അപ്പോൾ അവൾ ആണെന്ന് എന്നോട് സമ്മതിച്ചു. ആ ഒരു ചെറിയൊരു ഇതിൽ അവൾ എന്നോട് അവളുടെ ലൈഫിലൊരു വിഷമത എന്നോട് പങ്കുവച്ചു. കുടുംബ പ്രശ്നമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, സാരമില്ല മകള് പ്രാർത്ഥിക്ക്. ഞാൻ നോക്കിയപ്പോഴത്തേനും അവൾ നമ്മുടെ ക്രിസ്ത്യൻ ഒരു തന്നെയാണ്, പക്ഷെ അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അതൊരു മറ്റൊരു മതസ്ഥനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ അവൾക്ക് വിട്ടുപോയി. ഞാൻ പറഞ്ഞു, നീ അതിന് ശേഷം ദൈവത്തിനെ നീ മറന്നു പോകരുത്, നീ ചർച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പങ്കുവച്ചതിന് ശേഷം പിന്നീട് അവൾ നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ചിലേക്ക് പോകാനിടയായി. അവൾ എന്നോട് തിരിച്ച് വീണ്ടും അടുത്തൊരു വിസിറ്റ് വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, അവരോടൊന്നും ഞാൻ പറയുന്നില്ല സിസ്റ്ററെ,
പക്ഷേ ഞാനിപ്പം പള്ളിയിൽ പോകാനായിട്ട് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പം നമ്മളിലൂടെ ഈശോ അത് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, നമ്മളിലൂടെ ഒരു വാക്കായിരിക്കും. അപ്പോൾ അവർക്കതൊരു വലിയൊരു ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവായിട്ട് അത് സംഭവിക്കുകയാണ് അമല, തീർച്ചയായിട്ടും. അതെ, ജീസ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ നഴ്സസ് ഫിസിക്കലായിട്ടും ഉള്ള പേഷ്യൻ്റെ മാത്രം നോക്കാതെ അവരുടെ ആത്മാവിനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളോട് ഇടപെട്ട് നമ്മൾ ദൈവത്തിന് പേഷ്യൻ്റ് പങ്കുവയ്ക്കാനിടയും അവരുടെ ആത്മാവ് ദൈവത്തിനോട് കൊണ്ടുവരാനിടയും പരിശുദ്ധ ആത്മാവ് ദൈവം നമുക്ക് തന്ന് സഹായിക്കും. ശരിയാണ് അമല. ഞാൻ ഇത്രയും നേരം അമലയായാലും ഞാനായാലും ഷെയർ ചെയ്ത കാര്യങ്ങൾ ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് രോഗികൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരവരുടെ രോഗാവസ്ഥയിൽ അവർ വരുമ്പോൾ നമ്മൾ ചുമ്മാ അവരെ പരിചരിച്ച് അങ്ങ് മാറിപ്പോവാതെ അവരുടെ വിഷമതകൾ കേൾക്കാനും അവരുടെ വിഷമതകളിലൊക്കെ ഒരു സാന്ത്വനമായിട്ടും അവരെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈശോ തിരഞ്ഞെടുത്ത ഈശോ നഴ്സായി മാറുന്നത്. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.